മുൻകാല ചോദ്യങ്ങളിലെ 11-ാം ഭാഗം ഇന്നാരംഭിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടകപ്പക്ഷി. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒട്ടകപ്പക്ഷി. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഉത്തരം ദേവികുളം. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ദേവികുളം. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ്. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാർ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മലയാള വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം പ്രിയ AS. മലയാള വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രിയ AS. ഡാം ഒരു ഡാഷ് ആണ്. ഡാം DAM. ഡാം ഒരു ഡാഷ് ആണ്. ഉത്തരം മാൽവെയർ. ഡാം ഒരു ഡാഷ് ആണ്. മാൽവെയർ. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ഉത്തരം CD ദേശ്മുഖ്. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. ലോക വനിതാ ദിനമായി ആചരിക്കുന്നത്. ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8. ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8-നാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം ഉത്തരം 1934. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 1934. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത്? ഉത്തരം ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത്? ബ്രഹ്മപുത്ര. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ഇരവിക്കുളം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ഇരവിക്കുളം. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M. രാമവർമ്മ രാജ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M. രാമവർമ്മ രാജ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ജി ജനീറോ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ജി ജനീറോ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഉത്തരം അനുരണനം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുരണനം. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ.
ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തനതത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് AD 825. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് AD 825. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം 603. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം 603 ദിവസം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഉത്തരം കയർ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഉത്തരം ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഡാഷ് നദിയുടെ തീരത്താണ്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഡാഷ് നദിയുടെ തീരത്താണ്. ഉത്തരം സുവർണരേഖ. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഡാഷ് നദിയുടെ തീരത്താണ്. ഉത്തരം സുവർണരേഖ. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടകപ്പക്ഷി. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ദേവികുളം. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രിയ AS. ഡാം ഒരു ഡാഷ് ആണ്. ഉത്തരം മാൽവെയർ. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 1934. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത്? ബ്രഹ്മപുത്ര. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഇരവികുളം. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 23. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോ. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുരണനം. ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തനതത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? AD 825. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഡാഷ് നദിയുടെ തീരത്താണ്. സുവർണരേഖ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.